നമ്മുടെ ഗോവയിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും റൂമിലെത്തിയതും വേഗം ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്ക് പോയി ഭക്ഷണം കഴിക്കണം. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ പോയി. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു വലിയ വ്ളോഗാക്കണം. അതുകൊണ്ട് കുഞ്ഞ് വ്ളോഗായതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളങ്ങനെ നേരെ ഹോട്ടലിൽ കയറി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ശരിക്കും നമ്മൾ ആ ഒരു 4 മണി ടൈമിലാട്ടോ കഴിക്കുന്നത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞതല്ല, ഈ കാണുന്ന സാധനങ്ങൾ. നല്ല ഫുഡായിരുന്നു കേട്ടോ ശരിക്കും. ഒന്നാമത് എനിക്ക് കേരളത്തിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര കൺസേൺ ആണ്, നല്ല ഫുഡാവുമോ, എനിക്കിഷ്ടാവുമോ എന്നൊക്കെ. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇന്ന് അധികം ഇനി പോവാൻ ടൈമൊന്നുമില്ല. സോ ദാറ്റ് നമ്മളൊരു ബീച്ചിലാണ് പോയത്. യെസ്, ബാഗ ബീച്ചിലാണ് നമ്മൾ പോയത്. കറക്റ്റ് സൺസെറ്റ് ടൈമിനാട്ടോ നമ്മൾ എത്തിയത്. അതുകൊണ്ട് ആ ഒരു സീൻ മാത്രം നേരെ കാണാൻ പറ്റി. അവിടെ ഫുള്ള് പാർട്ടി വൈബാട്ടോ. പിന്നെ ഞങ്ങൾ ഇത്രയും തിരക്ക് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു പൂരപ്പറമ്പ് പോലെ ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. കണ്ടോ എൻ്റെ അമ്മോ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും തിരക്കുള്ളൊരു ബീച്ച് കാണണേ കേട്ടോ. ഒന്നാമത് സീസൺ ടൈമാണ് നമ്മൾ പോയത്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. കണ്ടോ, നല്ലൊരു സൺസെറ്റ് നമുക്ക് കിട്ടി. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കുറച്ച് സെൽഫീസൊക്കെ എടുത്ത്. ദേ കണ്ടോ അവിടുത്തെ ഒരു പാർട്ടി വൈബ്. ശരിക്കും കൂടെ ഉള്ളവരൊക്കെ നല്ല വൈബ് അടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ പുറത്തുള്ള കുറച്ച് കടകളിലൂടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. തിരക്ക് കാരണം നമുക്ക് 1-2 ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും നമുക്ക് എല്ലാവർക്കും നൈറ്റ് ഗോവയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. കാരണം ഫുള്ള് ലൈറ്റ്സും കടകളും ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ തന്നെ അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ആ ഒരു വാങ്ങുന്നതിനേക്കാളും വെറുതെ കണ്ടുകൊണ്ട് നടക്കാനാണ് ഇഷ്ടമായത്. പിന്നെ നമ്മളങ്ങനെ തിരിച്ച് റൂമിലെത്തി. നമ്മുടെ റൂമിൻ്റെ മുന്നിലുള്ള പുൽക്കൂടാട്ടോ അത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്രിസ്മസ് ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സീൻ നമുക്ക് കിട്ടി. പിന്നെ നമ്മളങ്ങനെ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ബൈ.